ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാഹുൽ രാത്രി തന്നെ രൂപയുടെ വീട്ടിലേക്ക് പോവാണ്. ബെല്ലടിക്കുമ്പോൾ രൂപ വാതിൽ തുറക്കുന്നുണ്ട്. എന്താ ചേട്ടാ ഈ സമയത്തെന്ന് ചോദിക്കുമ്പോൾ അവക്ക് സരയുവിന് വേദന വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടിരിക്കുക. അതിന് സരുവിന് പ്രസവം അടുത്തോ? ഇനിയും 1.5 മാസം ഉണ്ടല്ലോ ഡേറ്റിന്. അതെ, പക്ഷെ അവളുടെ വേദന കണ്ടിട്ട് ഇന്ന് തന്നെ പ്രസവം ഉണ്ടാവാൻ തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞ് വേണ്ട രൂപേ. ചേട്ടൻ എന്തൊക്കെയാ പറയണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ? നമ്മൾ രണ്ടുപേരും കൂടി ആഗ്രഹിച്ചത് എന്താണ്? കിരണിനെ സരുവിനെയും ഒന്നാക്കാൻ വേണ്ടിയിട്ട്. അതിന് ഒരു തടസ്സമാണ് ഈ കുഞ്ഞ് എന്ന് പറയുമ്പോൾ, ചേട്ടാ ഞാൻ ചേട്ടന് പലവട്ടം കണ്ടിട്ടുണ്ട് കുഞ്ഞിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന്. എനിക്കറിയാം രൂപേ, കുഞ്ഞുങ്ങളെ നിനക്ക് വളരെയധികം ഇഷ്ടമാണെന്ന്. അവർക്കെതിരെ നീ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഈ കാര്യത്തിൽ നീ എന്നെ സഹായിച്ചേ പറ്റൂ. ഇല്ല ചേട്ടാ, ചേട്ടൻ വേറെ എന്തു പറഞ്ഞാലും ഞാൻ സമ്മതിക്കും, പക്ഷെ ഇത് മാത്രം ഞാൻ സമ്മതിക്കില്ല. ഓഹോ, അപ്പൊ എനിക്കൊരു ഇത് വരുമ്പോഴേക്കും നീ എന്നെ സഹായിക്കില്ലല്ലേ? ഞാൻ പറഞ്ഞു ചേട്ടാ, എങ്ങനെ വേണമെങ്കിൽ ഞാൻ സഹായിക്കാം, പക്ഷെ ഈ ഒരു കാര്യത്തിൽ എനിക്ക് സഹായിക്കാൻ പറ്റില്ല ചേട്ടന് എന്ന് പറയുവാണ്. ആ സമയത്ത് രാഹുൽ പറയണ്ട്, രൂപേ അവളുടെ വയറ്റിൽ വളർന്നത് ആ മനോഹറിന്റെ കുഞ്ഞാണ്. ആയിക്കോട്ടെ, മനോഹർ എത്രക്കാരനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ കുഞ്ഞിന്റെ അമ്മ സരയുവാണ്. അത് ചേട്ടൻ മറന്നു പോകരുത്. നാളൊരു സമയത്ത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അവൾക്കത് താങ്ങാൻ പറ്റില്ല. അതെ, മനോഹറിന്റെ ജീവിത ചരിത്രമൊക്കെ കാരണം അവളത് താങ്ങിക്കോളും എന്ന് രാഹുൽ പറയുമ്പോൾ രൂപ പറയുന്നുണ്ട്, ഒരിക്കലുമില്ല ചേട്ടാ. അച്ഛന്മാർ എത്ര മോശക്കാരാണെങ്കിലും അതിനെ നൊന്ത് പ്രസവിച്ച അമ്മമാർക്ക് ആ കുഞ്ഞിനെ ഒരിക്കലും വെറുക്കാൻ പറ്റില്ല. സ്നേഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഞാൻ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചതാണ്. ഓഹോ, അപ്പൊ നീ എന്നെ സഹായിക്കില്ലെന്നാണ് അല്ലേ പറയണത്? സോറി ചേട്ടാ, ഈ കാര്യത്തിൽ എനിക്ക് സഹായിക്കാൻ പറ്റില്ല. ശരി, എന്ത് ചെയ്യാൻ പറ്റുന്നു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാഹുൽ ആണെന്ന് ദേഷ്യത്തോട് കൂടി തന്നെ ഇറങ്ങി പോകുക കേട്ടോ. ശേഷം കാണിക്കുന്നത് രാവിലെ തന്നെ നടക്കാൻ ഇറങ്ങണ കിരണിനെയും കല്യാണിനെയാണ്. അവരിങ്ങനെ നടന്നു വരുമ്പോഴേക്കും രൂപ തൊട്ട് മുമ്പിൽ ഇവരെയും കാത്തു നിൽക്കുവാണ്. കല്യാണി ഇതേ നോക്കി ആരാണെന്ന്. ഇതാരെ, അമ്മയോ? എന്താ അമ്മേ, ഇപ്പൊ അമ്മേനെ നടക്കാനൊന്നും കാണാറില്ലല്ലോ. അത് രാവിലെയൊക്കെ ഭയങ്കര തണുപ്പല്ലേ, അതുകൊണ്ടാ. എന്നാ നമുക്ക് വൈകിട്ട് ഇറങ്ങിക്കൂടെ എന്ന് കിരൺ ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളിപ്പോ കാണാൻ വന്നത് വേറൊരു കാര്യം പറയാനാ. ഇന്നലെ രാത്രി ഒരാളിനെ കാണാൻ വന്നിരുന്നു, ആ ബകാസുരൻ. സരുവിന്റെ പ്രസവവേദനയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ആ കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നത്. അയാൾ എന്തിനാ അമ്മയെടുത്ത് വന്നത്? ആ കുഞ്ഞാണല്ലോ പ്രശ്നം. ആ കുഞ്ഞിപ്പ് ഇല്ലാതായി കഴിഞ്ഞാൽ നിന്നെ സരുവിനെ ഒന്നിപ്പിക്കാൻ എളുപ്പമാണല്ലോ. പിന്നെ കല്യാണിനെയും കൂടി ഒഴിവാക്കിയാൽ പോരെ, അതിനെ വേണ്ടിയിട്ടാ വന്നത്. ഷോ, എന്നാലും ഇത്ര ഒരു നീചനാണോ അയാള് എന്ന് ചോദിക്കുമ്പോഴേക്കും, അയാൾ അങ്ങനെയാണെന്ന് അറിയാലോ മോളെ, അയാൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമാണെന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ട്, ഇനി അയാള് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി എന്ത് ചെയ്യുമോ അമ്മേ എന്ന് ചോദിക്കുമ്പോഴേക്കും, പറയാൻ പറ്റില്ല മോനെ. എനിക്ക് പരിചയമുള്ള ഹോസ്പിറ്റലിലാണല്ലോ ഇപ്പൊ സരുവിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡോക്ടർമാരൊക്കെ എനിക്ക് പരിചയമുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ എന്നെ സ്വാധീനിക്കുന്ന അയാൾ നോക്കിയത്. ഞാൻ നടക്കില്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. ചിലപ്പോ അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ തന്നെ പോകുമായിരിക്കും അയാള്. മിക്ക ഡോക്ടർമാരും അതിന് തയ്യാറാവില്ല. പക്ഷെ പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഡോക്ടർമാരുണ്ടല്ലോ, അവര് ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്തുകൂടാ എന്ന് പറയാണ്. അതെ, അതൊരു കുഞ്ഞു കുട്ടിയല്ലേ, അതിന് എന്തറിയാം ഈ ലോകത്തെ കുറിച്ച്. അത് ശരിയാമേ. മാത്രമല്ല ആ കുഞ്ഞ് ജനിക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്. ആ കുഞ്ഞെ വളർത്തേണ്ടത് ബകാസുരനും ഷാരിയും അതുപോലെ തന്നെ സരയും കൂടിയിട്ടാണ് എന്ന് പറയാണ്. അതുകൊണ്ട് ബകാസുരൻ ആ കുഞ്ഞ് ജനിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ജനിക്കണമെന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, എന്തായാലും നമുക്ക് നോക്കാമേ, എന്തായാലും ആ കുഞ്ഞ് ജനിക്കണം, അത് തന്നെയാണ് നമ്മുടെ ആവശ്യം എന്ന് കിരൺ പറയുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ഷാരിയും അതുപോലെ തന്നെ മനോഹറും കൂടി ലേബർ റൂമിന്റെ മുമ്പിൽ ടെൻഷൻ അടിച്ച് നിൽക്കുക കേട്ടോ. ഷാരിക്ക് വല്ലാത്ത ടെൻഷൻ തോന്നുന്നുണ്ട്. ആ സമയത്ത് മനോഹർ പറയണ്ട്, എന്നാലും സരുവിന് ഇന്നലെ രാത്രി ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ അമ്മേ, ഇത്ര നേരമായിട്ടും ആ അച്ഛൻ ഇങ്ങോട്ട് വന്നു ഇതുവരെയായിട്ടും. പിന്നെ ഞാനൊരു കാര്യം അറിഞ്ഞു അമ്മേ, ഈ ഹോസ്പിറ്റലിൽ സരയു മാത്രമല്ല വേറൊരാളും കൂടി അഡ്മിറ്റായി കിടക്കുന്നുണ്ട്. അതാരാ മോനെ? വേറെ ആരുമല്ല, അമ്മയുടെ കൈ കൊണ്ട് അടി കിട്ടിയ ആ താര. അവൾ ഈ ഹോസ്പിറ്റലിലാണോ? ഈ ഹോസ്പിറ്റലിലാണെന്ന് എന്നെ അറിയാൻ കഴിഞ്ഞത്. കുറച്ചു ദിവസം മുമ്പ് ഞാൻ അന്വേഷിച്ചായിരുന്നു. എങ്കിൽ പിന്നെ എന്തിനാ മോനെ ഈ ഹോസ്പിറ്റലിൽ തന്നെ സരയു മോളെ കൊണ്ടുവന്നത്? അമ്മ കണ്ടതില്ല സരുവിന്റെ അവസ്ഥ, പിന്നെ അടുത്തുള്ള ഈ ഹോസ്പിറ്റലിൽ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എനിക്കിപ്പോ പേടി അതല്ല അമ്മേ, സരയു അവരുടെ മകളാന്നുമായിട്ടല്ല അവര് നടക്കണത്. അയ്യോ, സരയു അവരുടെ മകളൊന്നും അല്ല മോനെ, എന്റെ മോളാ. ശരി അമ്മേ, പക്ഷെ അവരങ്ങനെയാണല്ലോ നടക്കണത്. ഇനി സരയു എങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിന്റെ മുത്തശ്ശിയാണ് അമ്മുമ്മയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ കാണാൻ വരുമെന്ന് എന്റെ പേടി എന്ന് പറയുമ്പോഴേക്കും ഷാരി പറയണ്ട്, അയ്യോ മോനെ, ഇനി അങ്ങനെ സംഭവിക്കോ? സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അന്ന് അറിയാതെയാണ് എൻ്റെ കൈകൊണ്ട് അങ്ങനെ ഒരു അബദ്ധം പറ്റിയത്. പക്ഷെ ഇപ്പൊ വിചാരിക്കാം മോനെ, അന്ന് ശരിക്കും അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അവൾ ജീവിക്കേണ്ടായിരുന്നു. അമ്മ അങ്ങനൊന്നും പറഞ്ഞൂടാ, അങ്ങനെ സംഭവിച്ച അമ്മ ജയിലിലായാനെ. എന്നാലും ഇത് ഭയങ്കര കഷ്ടമാണല്ലോ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുവാട്ടോ. ഡോക്ടർ ഷാരിയടുത്തും മനോഹരത്ത് പറയുന്നുണ്ട്, സരുവിന്റെ പ്രസവം ഉടനെ തന്നെ ഉണ്ടാവാന്ന് തോന്നണത്, എന്നാലും 2-3 മണിക്കൂർ കൂടി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുവാണ്. അതിനുശേഷം നമ്മുടെ
കാണിക്കുന്നത് രാഹുലിനെയാണ്. രാഹുൽ വണ്ടിയിൽ ചീറിപ്പാനി അങ്ങോട്ടേക്ക് വരും കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. ശേഷം നേരെ പോണത് ഡോക്ടറിന്റെ റൂമിലേക്കാണ്. ഡോക്ടർ പറയണ്ട, ആഹാ സാർ എത്തിയോ, ഞാൻ വിചാരിക്കായിരുന്നു സാറിന് എന്താ കാണാത്തേന്ന്. അതിനുശേഷം ഡോക്ടറിന്റെ അടുത്തേക്ക് നമ്മുടെ രാഹുൽ ഇരിക്കുകയാണ്. ഡോക്ടർ, എനിക്ക് ഡോക്ടറുടെ അടുത്ത് മാത്രം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ സർ, എന്താണെങ്കിലും പറഞ്ഞോ. അതെ, ഞാൻ പറയാൻ പോകുന്ന കാര്യം അവിടെ നിൽക്കുന്ന എൻ്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ അകത്ത് പ്രസവിക്കാൻ കിടക്കുന്ന മോൾക്ക് പോലും അറിയത്തില്ല. സാർ എന്താ വെച്ചാൽ പറഞ്ഞോ. അവിടെ ഇപ്പൊ വിഷമത്തോടെ ഇരിക്കുന്ന ഒരാളുണ്ടല്ലോ, എൻ്റെ മോളുടെ കെട്ടിയൻ മനോഹരൻ. അവിടെ ഉണ്ടല്ലോ, മനോഹരൻ ഉണ്ട്, സാറിന്റെ വൈഫും ഉണ്ട്. ആ മനോഹരൻ എന്ന് പറഞ്ഞ ആള് ഡോക്ടർ വിചാരിക്കുന്ന പോലെ ഒരാളല്ല. അവൻ ലോക ഫ്രോഡാണ്. സാർ എന്തൊക്കെയാ സാർ പറയണത്? അതെ ഡോക്ടർ, ഈ ലോകം മൊത്തം പെണ്ണും കെട്ടി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കി നടക്കണവനവൻ. ഓഹോ, ഇങ്ങനത്തെ ഒരാളെ കുറിച്ച് അന്വേഷിക്കാനാണോ അപ്പൊ മോളെ കെട്ടിച്ചു കൊടുത്തത്? എന്ത് പറയാൻ ഡോക്ടർ, അങ്ങനത്തെ ഒരു അബദ്ധം പറ്റി. നല്ലവരാണ്, പണക്കാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിച്ചു കൊടുത്തത്. പക്ഷെ ഈ ഒരു അവസ്ഥയായിപ്പോയി. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ സാർ പറയണത്? ഡോക്ടർ എന്നെ സഹായിക്കണം. അവന്റെ കുഞ്ഞിനെ പ്രസവിക്കേണ്ടവളല്ല എൻ്റെ മോള്. ആ കുഞ്ഞിന്റെ മോൾക്ക് വേണ്ട. സാർ എന്തൊക്കെയാ പറഞ്ഞത്? നോക്ക്, ഈ ദിവസം തന്നെ സരിയുടെ പ്രസവം നടക്കും. ചിലപ്പോൾ 2-3 മണിക്കൂർ തന്നെ സരിയു പ്രസവിക്കുമെന്ന് പറയാണ്. അതെ ഡോക്ടർ, പ്രസവിക്കുമായിരിക്കും. പക്ഷെ ആ ഡോക്ടർ ആ കുഞ്ഞിനെ അവൾക്ക് വേണ്ട. അവൾ എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ മതി. ജനിച്ച ശേഷം കുഞ്ഞെന്തെങ്കിലും സംഭവിച്ചെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല സാർ. ഡോക്ടർക്ക് ഇതിനു വേണ്ടി എത്ര രൂപ വേണമെങ്കിൽ ഞാൻ തരാം. ഒരു 10 ലക്ഷം വേണ്ട, ഒരു 15 ലക്ഷം രൂപ തരാം. സാർ, അതെനിക്കൊന്ന് ആലോചിക്കണം എന്ന് ഡോക്ടർ പറയാണ്. ശരി, ആലോചിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള മറുപടി മാത്രം ഡോക്ടർ എടുത്താൽ മതി. നോക്ക്, ഇതിന്റെ പിന്നിൽ ആരാണെന്നും ഡോക്ടറാണെന്നും ഒരാളും അറിയാൻ പോകുന്നില്ല. അപ്പൊ 15 ലക്ഷം രൂപ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നു. ഓക്കെ ഡോക്ടർ? ശരി എന്ന് ഡോക്ടർ പറയാണ്. അങ്ങനെ രാഹുൽ അവിടെ നിന്ന് പോകുവാട്ടോ. ആ സമയത്ത് നമ്മുടെ ഷാരി പറയണ്ട, മോനിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, മോനൊരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയിട്ട് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഒന്ന് കിടന്നിട്ടൊക്കെ വന്നാൽ മതി. അയ്യോ, അതെങ്ങനെയാ മമ്മയെ കിടക്കണത്? 2-3 മണിക്കൂർ കഴിയുമ്പോൾ എന്തെങ്കിലും പറയാന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കണത് എന്ന് മനോഹര മനസ്സിലിങ്ങനെ ഷാരിയുടെ അടുത്ത് ഇങ്ങനെ പറയാണ്. അതിനുശേഷം മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, ഈശ്വര, ഇത്രയും നാളും ഞാൻ പ്രസവിച്ച ഭാര്യമാരുടെ കുഞ്ഞുങ്ങൾ ആരും എൻ്റെ മുഖം കണ്ടിട്ടില്ല. ഇവിടെ ചരിത്രം തിരുത്തി കുറിക്കുവാണല്ലോ. എൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഞാൻ ആദ്യമായിട്ട് കാണാൻ പോവാണ്. ആ കുഞ്ഞ് അതിൻ്റെ അച്ഛനെ ആദ്യമായിട്ട് കാണാൻ പോവാണ് എന്നൊക്കെ മനോഹർ ഇങ്ങനെ വിചാരിക്കും കേട്ടോ. അതിനുശേഷം നമ്മുടെ ഷാരി പറഞ്ഞ, മോൻ എന്തെങ്കിലും വീട്ടിൽ പോയിട്ട് വാ മോനെ. എന്നിട്ട് അയാളുണ്ടല്ലോ അബകാസുൻ, അയാളെ ഇങ്ങോട്ട് പറഞ്ഞയക്ക് എന്ന് പറയാണ്. ഹോ, മോൾ ഇങ്ങനെ മരണവെപ്രാളത്തിൽ ഇവിടെ വന്ന് കിടന്നിട്ട് പോലും അയാൾ തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ഇത്രയും സ്നേഹമില്ലാത്തൊരു മനുഷ്യൻ. ഒരു സമയത്ത് സരയുവിന് വേണ്ടിയിട്ട് ജീവൻ പോലും കളയാൻ നിൽക്കുമായിരുന്ന ഒരാളായിരുന്നു. ഇപ്പൊ പ്രാണവേദന കൊണ്ട് കിടക്കുന്ന മോളെ കാണാൻ പോലും വരുന്നില്ല അയാള്. അമ്മേ, അങ്ങനെയൊന്നും പറയണ്ട, അതേ വരുന്നുണ്ട് ആള് എന്ന് പറയാണ്. അപ്പോഴേക്കും രാഹുൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം രാഹുൽ ഷാരിദ് പറയണ്ട്, ഞാൻ ഡോക്ടറെ കണ്ടിട്ടാ വരുന്നത്. 2-3 മണിക്കൂറിൽ തന്നെ മോള് പ്രസവിക്കുമെന്നാ പറഞ്ഞത്. ഓഹോ, അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ടാണ് മോളെ കാണാനായിട്ട് ഇത്ര നേരം വരാതിരുന്നല്ലേ? ഞാൻ വരാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. പിന്നെ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ടിട്ടാണ് എന്ന് പറയാണ്. അതിനുശേഷം രാഹുൽ പറയണ്ട, മനോഹരൻ നീ ഇവിടെ വന്നേ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ മോനോട് മാത്രം പറയാനുള്ളത്? എന്താ മനുഷ്യ, ഡോക്ടർ എന്തിനു നിങ്ങളോട് പറഞ്ഞോ? മോൾക്ക് എന്തിനും കുഴപ്പമുണ്ടോ? അതൊന്നുമല്ല, എനിക്ക് വേറൊരു കാര്യം നിന്നോട് പറയാനുള്ളത്. എടാ ഇങ്ങോട്ട് വന്നേടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുവാണ്. അങ്ങനെ മനോഹർ മറ്റേ രാഹുലിന്റെ കൂടെ പുറത്തേക്ക് പോവാ. രാഹുൽ പറയണ്ട്, എടാ നിന്റെ കുഞ്ഞിനെയാ എൻ്റെ മോള് പ്രസവിക്കാൻ പോണത്. എന്തിനാടാ ആ കുഞ്ഞിനെ നീ ആ കുഞ്ഞ് പ്രസവിക്കാൻ സമ്മതിക്കില്ലെന്ന് പറയാണ്. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? മോള് ഹോസ്പിറ്റലിൽ കിടക്കുക. നോക്ക്, അവള് മാത്രല്ല, ലോകത്ത് ഒരുപാട് പെൺപിള്ളേര് എൻ്റെ കുഞ്ഞെ പ്രസവിച്ചിട്ടുണ്ട്, അവർ വളർത്തുന്നുണ്ട്. ചിലവരൊക്കെ വേറെ കെട്ടി, രണ്ടാമതൊക്കെ കെട്ടി. പക്ഷേ ദേ ആദ്യമായിട്ടാ എൻ്റെ കുഞ്ഞിന്റെ മുഖം ഞാൻ കാണാൻ പോണത്. അതിവിടെ മാത്രം ചരിത്രം കുറിച്ചെഴുതിയതെന്ന് പറയാണ്. ആ സമയത്ത് രാഹുൽ പറയണ്ട്, ഷോ നീ ഒന്ന് എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാൻ നോക്കണം. നിന്നെ പോലത്തെ ഒരു കുറുക്കനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ കുറുക്കാണെങ്കിൽ നിങ്ങൾ കഴുതപ്പുലിയാ. കഴുതപ്പുലികൾക്ക് ഒരു സ്വഭാവമുണ്ട്, വൃത്തികെട്ട വേസ്റ്റ് മാത്രമേ അവർ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് സിംഹവും പുലിയൊക്കെ അവരെ കൊന്നാലും തിന്നില്ല, അത്ര വൃത്തികെട്ട ജീവിയാ അത്. അതേപോലത്തെ ഒരു വൃത്തികെട്ട ജന്തുവാ നിങ്ങൾ, കഴുതപ്പുലിയാ നിങ്ങൾ. ഞാൻ കുറുക്കനാണെങ്കിൽ നിങ്ങൾ കഴുതപ്പുലിയാ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഈ ഹോസ്പിറ്റലിൽ സരയു മാത്രമല്ല, തലക്കടിയേറ്റ വേറൊരാൾ കൂടി കിടക്കുന്നുണ്ട്. സരയുവിന്റെ യഥാർത്ഥ അമ്മ താര. അതുപോലും അറിയാണ്ട് സ്വന്തം മോളല്ലാതെ ഒരു അമ്മ ആ ഹോസ്പിറ്റലിൽ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, മോള് പ്രസവിക്കണമെന്ന് കാത്തിട്ട് എന്നൊക്കെ രാഹുലിനോട് പറയുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.